നിയമസഭ തുടങ്ങിയത് ഇന്നലെയാണ്. സഭയുടെ ആദ്യ ദിനത്തിൽ രാഹുൽ എത്തിയിരുന്നു. എന്നാൽ പിന്നീട് KPCC നേതൃത്വത്തിന്റെ കടുത്ത സമ്മർദ്ദത്തിനൊക്കെ വഴങ്ങി ഇന്ന് രാഹുൽ നിയമസഭയിൽ നിന്നും വിട്ടുനിന്നു. സഭയിൽ വരരുത് എന്ന കോൺഗ്രസ് നേതൃത്വം കർശനമായ നിലപാടെടുത്തതോടെയാണ് തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ തന്നെ തുടരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരികെ പാലക്കാട് എത്തിക്കാനുള്ള നീക്കം ഷാഫിയും ഒരു വിഭാഗം എ ഗ്രൂപ്പിലെ ചിലരും സജീവമാക്കുന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട്. അതിൽ പാലക്കാട് DCC അധ്യക്ഷന്റെ പ്രതികരണവും ഇന്ന് വന്നിരുന്നു. ആ പ്രതികരണത്തിലേക്ക്. അദ്ദേഹത്തിന് എന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ അകത്തല്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്നെ അറിയിക്കേണ്ട കാര്യമൊന്നും അതിനകത്തില്ല. അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് തീരുമാനം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അവസാന വാക്ക് എന്ത് എന്ന് തീരുമാനിക്കുന്നത് KPCC അധ്യക്ഷനാണ്. അദ്ദേഹം എന്തു പറഞ്ഞോ അതനുസരിക്കേണ്ട ബാധ്യതയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിലയ്ക്കുള്ളത്. അദ്ദേഹം എന്ത് പറഞ്ഞാൽ അത് ശിരസ വഹിച്ചുകൊണ്ട് അത് നിർവഹിക്കും. അതാണ് പാലക്കാട് DCC അധ്യക്ഷന് പറയാനുള്ളത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു സംഭവം, യുവനടിയുടെ മൊഴിയിന്മേൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുക്കേണ്ട എന്നാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശം. മാങ്കൂട്ടത്തിൽ അയച്ച അശ്ലീല ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം അന്വേഷണ സംഘത്തിന് കൈമാറിയെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ യുവതിക്ക് താല്പര്യമില്ലാത്തൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ നീക്കം. ഇനി കൂടുതൽ വിവരങ്ങൾ വിശദമായി ചോദിക്കാം. അത് പറഞ്ഞു തരാൻ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് PR പ്രവീണയും പാലക്കാട് നിന്ന് അജിത് ബാബുവുമുണ്ട്. ആദ്യം PR പ്രവീണയിലേക്കാണ്. പ്രവീണ, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്താത്തതിന് പിന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ രാഹുലിന് വേണ്ടി എ ഗ്രൂപ്പ് തുടങ്ങി വെച്ച നീക്കങ്ങൾക്ക് പാർട്ടിയിൽ ഒരു വിഭാഗത്തിന്റെ വലിയ പിന്തുണയുണ്ടായിരുന്നു. ഇതാണ് രാഹുലിനെ ഇന്നലെ സഭയിലേക്ക് എത്തിച്ചതുപോലെ. എന്നാൽ ഈ രാഹുൽ സഭയിലെത്തിയാൽ അത് സർക്കാരിനെതിരായ പോരാട്ടത്തിന്റെ ഒരു ഫോക്കസ് നഷ്ടപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന് പാർട്ടിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇന്ന് രാഹുൽ എത്താതിരുന്നത്? അതോ ഇനി ഒന്നിടവിട്ട ദിവസങ്ങളിൽ രാഹുൽ എത്താനുള്ള സാധ്യതയുണ്ടോ? രണ്ട്, രാഹുൽ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ എത്ര കണ്ടൊരു ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് പ്രവീണ? രാഹുലിനെതിരെ ആദ്യവട്ട നടപടികളിലൊന്നും നേതൃത്വത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആൾ പിന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു മറ്റു നേതാക്കളുടെ നിലപാട്. എന്നാൽ ഭരണപക്ഷത്തിനെതിരെ മൂർച്ചയുള്ള ആയുധവുമായി സഭയിലെത്തുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നാൽ അതിൻ്റെ ഫോക്കസ് തന്നെ മാറുമെന്നും കുന്തമുന നീളുന്നത് പ്രതിപക്ഷത്തിന് നേരെ ആകുമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്. പക്ഷേ ആദ്യ ദിനം എന്തായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അവസരങ്ങളൊന്നും തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു ഉപദേശം കൂടി കിട്ടിയതിന്റെ ഭാഗമായാണ് അത് എ ഗ്രൂപ്പിലെ ചിലരും അതുപോലെ തന്നെ മറ്റു ഗ്രൂപ്പുകളിലെ പ്രധാനപ്പെട്ട നേതാക്കളും രാഹുലിനോട് സംവദിക്കുകയും ചെയ്തിരുന്നു. KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചയും നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ സഭയിലേക്ക് എത്തിയത്. ഇതിൽ നീരസമുണ്ടായിരുന്ന ഒരേ ഒരാൾ VD സതീശൻ മാത്രമായിരുന്നു. അദ്ദേഹം പക്ഷേ ഇന്നലെ നേതൃയോഗത്തിൽ പോലും മൗനമായിരുന്നു തുടർന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മൗനം ഫലം കണ്ടു എന്ന് വേണം പറയാൻ. കാരണം ഇന്ന് പോലീസിനെതിരെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സർക്കാരിനെതിരെ, ആഭ്യന്തരമന്ത്രിക്കെതിരെ, പോലീസിന്റെ വീഴ്ചകൾക്കെതിരെ പ്രതിഷേധം തുടങ്ങുമ്പോൾ അവിടെ രാഹുൽ ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം നേതാക്കൾക്കും ഉണ്ടായിരുന്നു. അത് രാഹുലിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് എ ഗ്രൂപ്പിന്റെ കൂടി സമ്മതത്തോടു കൂടി രാഹുൽ ഇന്ന് സഭയിലേക്ക് എത്താതെ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ തിരികെ അടൂരിലെ വീട്ടിലേക്ക് മടങ്ങിയത്. ഇനി രാഹുൽ സ്വതന്ത്ര MLA ആണ്. അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും സഭയിൽ വരികയോ പോവുകയോ അയാളുടെ മണ്ഡലത്തിൽ സജീവമാവുകയോ ഒക്കെ ചെയ്യാമെന്ന് പറയാമെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ രാഹുൽ സഭയിലെത്തിയാൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഇടതുപക്ഷം വലിയ തോതിലൊന്നും പ്രശ്നമുണ്ടാക്കി ഒരു ഇരവാദം ഉന്നയിക്കാനുള്ള സാഹചര്യം എന്തായാലും രാഹുലിന് കൊടുക്കുകയില്ല. പക്ഷേ ചില വിഷയങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് ശിശുമരണ നിരക്കടക്കം പറയുമ്പോൾ ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആരോഗ്യമന്ത്രി അടക്കം ഭരണപക്ഷത്തെ MLAമാരടക്കം സംസാരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായാൽ രാഹുലിനെതിരെ ഒരു പോസ്റ്ററെങ്കിലും ഉയർത്തി കാണിച്ചാൽ അതുണ്ടാക്കുന്ന നാണക്കേട് പ്രതിപക്ഷത്തിന് ഒന്നാകെയാണ്. പ്രതിപക്ഷത്തുള്ള MLA അല്ല ഇപ്പോൾ എന്ന് പറയുമ്പോഴും നാണക്കേട് ഒന്നാകെ ചുമക്കേണ്ട ബാധ്യത ആ മുന്നണിക്കും പാർട്ടിക്കുമുണ്ട്. അതുകൊണ്ടുകൂടി വരും ദിവസങ്ങളിൽ വിഷയം അറിഞ്ഞ അടിയന്തര പ്രമേയത്തിന്റെ വിഷയമൊക്കെ അറിഞ്ഞാകും രാഹുൽ എത്തുക. എന്തായാലും വരും ദിവസങ്ങളിൽ നിലവിൽ ഇപ്പോൾ 2 MLAമാർ സത്യഗ്രഹ സമരം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എല്ലാ ദിവസങ്ങളിലും ഇക്കാര്യമൊക്കെ പറഞ്ഞ് സഭയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് രാഹുൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. എന്തായാലും രാഹുൽ വരാനുള്ള സാധ്യത തീരെ കുറവാണ്. പക്ഷേ ഇനിയിപ്പം അറിയേണ്ടത് ഈ പാലക്കാട്ടെ നീക്കങ്ങളെ കുറിച്ചാണ്. അജിത്ത് ഉണ്ട് നമുക്കൊപ്പം. അജിത്ത്, ഈ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ വലിയ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ ആരൊക്കെ തള്ളി പറഞ്ഞാലും രാഹുലിനെ ചേർത്ത് നിർത്തുകയാണ് ഷാഫി പറമ്പിൽ MP. DCC വിഷയത്തിൽ നിലപാടറിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുൻപ് A തങ്കപ്പന്റെ വാക്കുകളും കേട്ടു. അപ്പോ രാഹുൽ വിഷയം ജില്ലാ നേതൃത്വം KPCCയുടെ കോർട്ടിലേക്ക് ഇടുകയാണോ?
തീർച്ചയായും അതിൽ പാലക്കാട് DCC നേതൃത്വം പൂർണ്ണമായും അവ്യക്തമായൊരു നിലപാടിലാണുള്ളത്. കാരണം ഒരു വിഭാഗം പ്രധാനപ്പെട്ട പാർട്ടിയിലെ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രത്യക്ഷമായി തന്നെ കോൺഗ്രസിൻ്റെ കൗൺസിലറായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള മൻസൂർ ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായി രാഹുലിന് എതിരെ പ്രതിഷേധമുണ്ടായാൽ കോൺഗ്രസ് അനുഭാവികൾ കവചം തീർക്കുമെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. പക്ഷേ അപ്പോഴും എന്താണ് തങ്ങൾ ഏത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന കാര്യത്തിൽ ഇതുവരെ DCC നേതൃത്വത്തിന് ഒരു വ്യക്തതയില്ല. അത് പൂർണ്ണമായും സംസ്ഥാന നേതൃത്വം തീരുമാനിക്കട്ടെ എന്നാണ് DCC പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും രാഹുൽ ഇവിടേക്ക് എത്തിക്കഴിയുമ്പോൾ BJPയുടെ ഭാഗത്തുനിന്നും CPMൻ്റെ ഭാഗത്തുനിന്നും വലിയ സമരം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള ഈ കാര്യങ്ങൾ പൂർണ്ണമായും അവർ വ്യക്തമാക്കുകയും ചെയ്തു. വലിയ സമരങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ രാഹുൽ ഒറ്റയ്ക്ക് നേരിടേണ്ട സാഹചര്യമാണ് ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല രാഹുലിന് ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൽ ഉൾപ്പെടെ പാലക്കാട് വലിയ തരത്തിലുള്ള സ്വാധീനമുണ്ട്. അത്തരത്തിൽ സ്വന്തമായി പ്രവർത്തകർ ഇറങ്ങി അതൊരു പ്രശ്നത്തിലേക്ക് ഉൾപ്പെടെ പോകാനുള്ള സാധ്യതയും കോൺഗ്രസ് നേതൃത്വം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിലൊരു ഈ കാര്യം എങ്ങനെ പരിഹരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോഴും രാഹുലിന് വേണ്ടി പാലക്കാട് ചരട് വലിക്കാൻ കാര്യങ്ങൾ പറയാൻ ആളുകളുണ്ട് എന്നുള്ളത് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പാലക്കാട്ടേക്ക് വരാനുള്ള സാധ്യതകൾക്ക് വഴിതെളിക്കുന്നതും അതുതന്നെയാണ്. രാഹുലിന് വേണ്ടി വാദിക്കാൻ അഭിപ്രായം പറയാൻ കൃത്യമായ ആളുകളുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതാണെങ്കിലും ഈ കാര്യത്തിൽ ഒരു വ്യക്തതയിലേക്ക് എത്താൻ ഇതുവരെ DCC നേതൃത്വത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല അടുത്ത ശനിയാഴ്ചയോടുകൂടി രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞായറാഴ്ച 2 ദിവസം മണ്ഡലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഈ സമരങ്ങളുടെ എല്ലാം കാര്യമുള്ളതുകൊണ്ട് രാഹുലിനോട് നേരത്തെ ഇപ്പോൾ നിയമസഭയിലേക്ക് വരുന്ന കാര്യത്തിലുള്ള നിർദ്ദേശം നൽകിയതുപോലെ മണ്ഡലത്തിലേക്ക് വരുന്ന കാര്യത്തിലും വ്യക്തമാണ്. അപ്പോൾ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സജീവമാക്കാനുള്ള നീക്കവും ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വളരെ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് PR പ്രവീണയും പാലക്കാട് നിന്ന് അജിത്തും.